ഇനി രാവിനെ പ്രകാശിപ്പിക്കാൻ സൂര്യൻ തരും ഊർജം. ഗ്രീൻ സോളാർ, ഡ്യൂറബിൾ ആൻഡ് ഹൈ ക്വാളിറ്റി സോളാർ ലൈറ്റ്സ്. കൂടാതെ വീടലങ്കരിക്കുവാനുള്ള ഇലക്ട്രിക്കൽ ഫാൻസി ലൈറ്റുകളും. ഇവയെല്ലാം ഹോൾസെയിൽ വിലയിൽ. ഗ്രീൻ സോളാർ, എത്തിംഖാന റോഡ്, നിയർ BSNL ഓഫീസ്, ചെറുതുരുത്തി. UDF സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി മുണ്ടത്തിക്കോട് UDF മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം മുസ്ലിം ലീഗ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് സെലക്ട് മുഹമ്മദ് നിർവഹിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് DCC സെക്രട്ടറി K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച രാപ്പകൽ സമരത്തിന്റെ സമാപന സമ്മേളനം ശനിയാഴ്ച രാവിലെ മുസ്ലിം ലീഗ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് സെലക്ട് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഉൽപ്പാദിപ്പിക്കുവാനുള്ള സാമ്പത്തിക ഭദ്രത പോലും നമുക്കുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് എല്ലാം വിറ്റുതൊലിക്കാൻ വേണ്ടി ഇത്രയും 10-60 വർഷക്കാലം കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് എന്താണ് ഉണ്ടാക്കാത്തത്? എന്താണ് ഭാരതത്തിലൊരു കുറവ് വരുത്തിയിട്ടുള്ളത്? നമ്മൾ ഉണ്ടാക്കി വെച്ചത് കൊണ്ടാണല്ലോ ഇവർക്കിതെല്ലാം വിറ്റുതൊലിക്കാൻ സാധിച്ചത്. ഈ പിണറായി വിജയന് എല്ലാ മാസവും ഓരോ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ സാധിച്ചതും അതുകൊണ്ടാണല്ലോ. ഐക്യജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന പ്രസ്ഥാനങ്ങൾ എല്ലാം അടച്ചുപൂട്ടി. ഇപ്പൊ 100 ചില്ലാനം തൊഴിൽശാലകളാണ് 8 വർഷം കൊണ്ട് അടച്ചുപൂട്ടിയത്. ഇപ്പോ നമ്മുടെ ആശാ വർക്കർമാർ സമരം നടത്തുന്നുണ്ട്. അവരെന്തിനു വേണ്ടിയാ? ഈ ആശാ വർക്കർമാര് വീട്ടിൽ വേറെ എന്തെങ്കിലും വരുമാനമുണ്ടെങ്കിൽ ഈ തൊഴിലിന് പോവോ? വളരെ പാവപ്പെട്ട, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, ഉപജീവനത്തിന് മാർഗമില്ലാത്ത ഈ വനിതകള് എന്തെങ്കിലും മാസത്തില് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഓണറേറിയം എന്തെങ്കിലും കൂട്ടിത്തരണം, ശമ്പളത്തിൽ എന്തെങ്കിലും ഒരു വർധനവ് തരണമെന്ന് പറഞ്ഞ് ഒരു സമരം തുടങ്ങി വെച്ചതാ. ആ സമരത്തെ ഒരു ചർച്ച ചെയ്യുവാനോ, എന്തിനാണ് നിങ്ങൾ സമരം ചെയ്യുന്നത് എന്ന് ചോദിക്കുവാനോ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ആരും തുനിഞ്ഞിട്ടില്ല. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ് അധ്യക്ഷത വഹിച്ചു. NR രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. CMP നേതാവ് തോമസ് മാസ്റ്റർ, AP ദേവസി, N ഗോപാലകൃഷ്ണൻ, CK ഹരിദാസ്, ബാബു കണ്ണനായ്ക്കൽ, ജെയിംസ് CA, മുഹമ്മദ് കുട്ടി ഹാജി, അബ്ദുൾ മജീദ്, സിൻഡോ ജോൺ, ഡിജോ എന്നിവർ സംസാരിച്ചു. VCV ന്യൂസ്, മുണ്ടത്തിക്കോട്.